ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എക്സ്പോണൻസ് പാർട്ട് 2. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് പുറമെ മിസ്ലേനിയസ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈ നെയിം ഈസ് അൻഫസ്. വെൽക്കം ബാക്ക് ടു എഡ്യു പ്ലാനറ്റ്. അപ്പം കഴിഞ്ഞ ഭാഗം നിന്നും വ്യത്യസ്തമായിട്ടുള്ള മിസ്ലേനിയസ് പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോർഡിൽ ഞാൻ രണ്ട് വെറൈറ്റി പ്രോബ്ലംസ് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഓക്കെ, 3⁻7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്താണ് 3⁵5. ഓക്കെ ആണല്ലോ. ആദ്യം ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, അതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. വളരെ ഈസിയാണ്. അപ്പോൾ രണ്ടിൻ്റെ ബേസ് സെയിം ആണ് 3. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവിഷൻ വന്നാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഡിവിഷൻ വന്നാൽ എങ്ങനെ ചെയ്യേണ്ടത്, മൈനസ് ആണ്, സബ്സ്ട്രാക്ഷൻ ആണല്ലോ. അപ്പം 7 - 2 7 - 2 എന്ന് പറഞ്ഞ ആൻസർ തരിക 7 - 2 ഇൻറ്റു ഇവിടെ ആരുണ്ട് 3⁵5. 3⁻7 - 2 ആണല്ലോ. അപ്പോൾ 7 2 പോയി കഴിഞ്ഞാൽ 3⁵5 ഇൻറ്റു ആരുണ്ട് 3⁵5 ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ട് ബേസും സെയിം ആയതുകൊണ്ട് 3 അതുപോലെ അവിടെ എഴുതി. 5ഉം 5ഉം മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്താണ്, അഡീഷൻ ആണ്. അപ്പോൾ 5 + 5 10 ആണ്. 3⁻10 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഈസി ആണല്ലോ, ബുദ്ധിമുട്ടില്ല. ഡിവിഷൻ്റെ കേസിൽ സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ അഡീഷൻ, അത്ര മാത്രമേ ഉള്ളൂ. അടുത്ത കേസിലേക്ക് വരാം. 2⁻3 2⁻2 2⁻5 2⁻3 ഇൻറ്റു 2⁻2 ഇൻറ്റു 5⁻5. ഓക്കെ ആണല്ലോ, 5⁻5 ആണ്. ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടിൻ്റെ ബേസുകൾ ആദ്യത്തേൽ സെയിം ആണ്, മൂന്നാമത്തേൽ 5 ആണ്. അപ്പോൾ ഈ 2 ഈ ബേസിന് അതുപോലെ എഴുതുക. മൾട്ടിപ്ലിക്കേഷൻ്റെ റൂള് 3 + 2 3 + 2 ഇൻറ്റു ഇവിടെ ആരുണ്ട് 5⁻5 ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം 2⁻3 + 2 എന്ന് പറഞ്ഞാൽ വരിക 2⁻5 ഇൻറ്റു 5⁻5. ഈസി. ഇനി എന്ത് ചെയ്യുക, രണ്ട് ബേസുകൾ ഡിഫറെൻ്റ് ആകുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം എടുത്തിരുന്നു. അതിന് രണ്ടിൻ്റെ അല്ലേ 2 × 5 2 × 5 എന്ന് പറയുമ്പോൾ 10 വരും. പിന്നെ മുകളിൽ ബേസ് സെയിം ആയ പിന്നെ എന്താ ചെയ്യേണ്ടത്, നേരെ എന്ത് ചെയ്യുക, ബേസിനെ അതുപോലെ അവിടെ എടുത്ത് വെക്കുക. 10⁻5 ഈസ് ദ. ഓക്കെ, മറ്റു രണ്ട് പ്രോബ്ലം കൂടി ഞാൻ ബോർഡിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. 2⁻2 3 ഇൻറ്റു 3⁻6 ഇൻറ്റു 5⁻6 മിക്സ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്, മിക്സ് ചെയ്ത് വന്നതാണ്. ചെയ്ത് നോക്കാം. അപ്പോൾ 2⁻2 ഇൻ all⁻3 ആണ്. 2⁻2 all⁻3. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഇതിന് എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2⁻2 എന്ത് വന്നു, 2 × 3 6 ആണ്. ഓക്കെ, ഇൻറ്റു ആരുടെ ഇവിടെ 3⁻6 ആരുടെ ഇവിടെ ഇൻറ്റു 5⁻6. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്നിൻ്റെയും എന്ത് സെയിം ആണ്, എക്സ്പോണൻസ് അല്ലെ, പവേഴ്സ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, 2 × 3 × 5⁻6 ആയിട്ട് കൊടുക്കുക. മൂന്നിൻ്റെയും എന്താണ്, പവറുകൾ സെയിം ആണല്ലോ. അപ്പോൾ ഇനി ഇൻറ്റു ചെയ്യുക. 2 × 3 5 2 × 3 6 6 × 5 30. Therefore answer is 30⁻6 ആണ് ഇതിൻ്റെ ആൻസർ. ബുദ്ധിമുട്ടില്ലല്ലോ, ഒന്നുമില്ല, വളരെ ഈസിയാണ്. 2⁻2 all⁻3 ഇൻറ്റു 3⁻6 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, പവറുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്താണ് 2 × 3 എന്ന് പറഞ്ഞാൽ എന്തായി 6. അപ്പോൾ 2⁻6 ഇൻറ്റു ബാലൻസ് ഉള്ള 3⁻6 ഇൻറ്റു 5⁻6 കൊടുത്തു. മൂന്നിൻ്റെയും ബേസ് നമ്മൾ ഒരുമിച്ച് എഴുതി. എന്താണ്, പവേഴ്സ് സെയിം ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ എഴുതി. ഓക്കെ ആണല്ലോ, ഒറ്റ പ്രാവശ്യം. ഇനി എന്ത് ചെയ്യുക, 2 × 3 6 6 × 5 30 30⁻6 ഈസ് ദ ആൻസർ. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ഒരു മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടി വന്നതാണ്. അപ്പോൾ 6² ഇൻറ്റു 6⁻4 ഡിവൈഡഡ് ബൈ 6⁻3. നമുക്കറിയാം, നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. അപ്പോൾ 6⁻, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അഡീഷൻ ആണല്ലോ അപ്ലൈ ചെയ്യുക. 2 + 4 എത്ര വരും, 2 + 4 ആക്കി കൊടുക്കുക. ഡിവൈഡഡ് ബൈ 6⁻3. 2 + 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്, 6 ആണല്ലോ. ഡിവൈഡഡ് ബൈ 6⁻3. ഇതിന് ഏതും എന്ത് വരും, 6⁻6 ഡിവൈഡഡ് ബൈ 6⁻3. രണ്ടിൻ്റെയും ബേസുകൾ സെയിം ആയതുകൊണ്ട് അതുപോലെ എഴുതി വെക്കുക. എന്ത് ചെയ്യുക, 6 - 3 എന്ന് പറഞ്ഞ ആൻസർ വരും 6⁻3 ഈസ് ദ ആൻസർ. ഞാൻ ഇത്ര സ്റ്റെപ്പൊക്കെ എടുത്തിട്ടുണ്ട്, ഇതിനൊന്നും ആവശ്യമില്ല. നേരെ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, രണ്ട് ബേസുകളും സെയിം ആണ്. അതുകൊണ്ട് 2 + 4 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഡിവൈഡഡ് ബൈ 6⁻3 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം 2 + 4 ചെയ്യുക. അപ്പോൾ എന്തായി 6 ആയി. 6ൽ നിന്നും 3 മൈനസ് ചെയ്താൽ 6⁻3. ഓക്കെ, അതൊന്നും സ്റ്റെപ്പ് എടുക്കേണ്ട ആവശ്യമില്ല, ഞാനൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്റ്റെപ്പ് എടുത്ത് ചെയ്താണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ മറ്റു രണ്ട് പ്രോബ്ലം കൂടി ബോർഡിൽ ഇട്ടിട്ടുണ്ട്. ഒരു ആൽജിബ്ര ലെറ്റേഴ്സ് വരുന്ന കേസും ഒരു ഡിവിഷൻ്റെ കേസും നോക്കാം. 2⁻3 ഇൻറ്റു a⁻3 ഇൻറ്റു 5a⁻4
അങ്ങനെ വേരിയബിൾസ് വന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, ലെറ്റേഴ്സ് വന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലായിട്ടുള്ള റൂട്ടിൽ നമ്മൾ ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്ത മെത്തേഡ് തന്നെ പോവുക. അപ്പോൾ എന്താണ് 2 ക്യൂബ്, 2 ക്യൂബ് ഞാൻ അതുപോലെ തന്നെ എഴുതി ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു 5a⁴ എന്നാണ്. അപ്പോൾ ഞാൻ എഴുതി 5 ഇൻറ്റു a⁴ എന്ന് ചെയ്തല്ലോ, 5 ഇൻറ്റു a⁴. ഇനി എന്ത് ചെയ്യുക, വേരിയബിൾസിനൊക്കെ ഒരു സൈഡിലോട്ടും നമ്പേഴ്സിനൊക്കെ മറ്റൊരു സൈഡിലോട്ടും. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണല്ലോ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര വന്നു? 8 ഇൻറ്റു നമ്പറിനെ അങ്ങോട്ട് കൊണ്ടുവരിക, ഈ 5നെ അങ്ങോട്ട് കൊണ്ടുവരിക, 5 ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു a⁴. റെഡി. ഇനി 8 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണല്ലോ. 8 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 40 ആണ്. ഇൻറ്റു എയും ബേസുകൾ രണ്ടും സെയിം ആണല്ലോ എ. അപ്പോൾ എൻ അതുപോലെ തന്നെ എഴുതി 40a. ഇവിടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആണെന്നോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അഡീഷൻ ഓപ്പറേഷൻ നടത്തുക. 3 + 4 എന്ന് പറഞ്ഞാൽ 7. 40a⁻7 ആണ് ആൻസർ. വേരിയബിൾസ് വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് പഠിച്ചിട്ടുള്ള നമ്മൾ നമ്പേഴ്സ് കൊണ്ട് പഠിച്ച മെത്തേഡ് വേരിയബിൾസിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് മെത്തേഡ് 8² ഡിവൈഡഡ് ബൈ 2 ക്യൂബ്. ഡിവിഷൻ റൂളാണ് അല്ലേ. പക്ഷേ 8² രണ്ടിൻ്റെ ബേസുകളും ഡിഫറെൻ്റ് ആണ്, രണ്ടിൻ്റെയും എന്താണ് പവറുകൾ എക്സ്പോണൻറ്റും ഡിഫറെൻ്റ് ആണ്. പേടിക്കേണ്ട. 8² 2 ക്യൂബ് രണ്ടിനെയും ഒരേപോലെ മാറ്റുക, 2ൻ്റെ ഇതിലേക്ക് മാറ്റുക. 8² ആണല്ലോ. 8² നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു എന്ത് ചെയ്താ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് കൂടെ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 8, 8 ഇൻറ്റു 2 16, 16 ഇൻറ്റു 2 32, 32 ഇൻറ്റു 2 64. ഓക്കെ. 8² എന്ന് പറഞ്ഞാൽ 64 ആണ്. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇൻറ്റു അപ്പോൾ 64 തന്നെ ആയി. ഓക്കെ. ഡിവിഷൻ ആണല്ലോ. ഡിവിഷൻ കൊടുത്തു. ഡിവൈഡ് ബൈ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ആണ്. അപ്പോൾ നമുക്ക് 8 നമുക്ക് എങ്ങനെ കൊടുക്കാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പം ഇനി ഇതിൽ എത്ര 2 ഉണ്ട് നോക്കാം. 1 2 3 4 5 6. അപ്പോൾ 2⁻6 നമ്മൾ ഈസി ആക്കാൻ വേണ്ടി ചെയ്തതാണ്. ഡിവൈഡഡ് ബൈ എന്താണ് എത്ര 2 ഉണ്ട്? 2⁻3. അതിന് എഴുതേണ്ട ആവശ്യമില്ല, പിന്നെ നമ്മൾ ഇത് കാണിച്ചതാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഇപ്പോൾ എന്തായി ബേസുകൾ സെയിം. അപ്പോൾ നമുക്ക് 2⁻6 ഡിവൈഡ് ബൈ 2⁻3. 2നെ ഇവിടെ വെച്ചു. 6ൽ നിന്ന് ആരെ മൈനസ് ചെയ്യുക? 3നെ മൈനസ്. ഡിവിഷൻ ആകുമ്പോൾ സബ്സ്ട്രാക്ഷൻ ആണല്ലോ. ദെർഫോർ ആൻസർ ഈസ് 2 ക്യൂബ് ആണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ മറ്റുള്ള എന്ത് ചെയ്യുക ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിലേക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഈ ആൻസറിലേക്ക് വരിക. അതായിരിക്കും ബേസുകൾ ഡിഫറെൻ്റ് ആവുന്ന കേസ്. ഓക്കെ ആണല്ലോ. ഈ മെത്തേഡ്സ് ഇനിയും ഒരുപാട് മെത്തേഡ്സ് ചെയ്തിട്ട് മിസ്ലേനിയസ് എക്സാമ്പിൾസ് എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത വിഷയം എക്സ്പോണൻസ് പാർട്ട് 2 ആണ്. 2 വീഡിയോയിലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മാക്സിമം വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എക്സ്പോണൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്നേഹപൂർവ്വം അൻഫസ്.